Very good morning. We're back to Guided Talk 257. കഴിഞ്ഞ വീക്കിൽ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചില വേർഷൻസൊക്കെ അങ്ങനെ ചർച്ച ചെയ്തു പോയി. ഇന്നത്തെ വീക്കിലേക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സോൾ ഓഫ് സോളിറ്റ്യൂഡ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീപ്പർ ഡിസ്കഷൻ ഒരു 4 മണിക്കൂറോളം എടുത്തിട്ട് ഇന്നലത്തെ നമ്മുടെ ടീമിൻ്റെ റൂമി നൈറ്റ് ആൻഡ് ഇഫ്താർ പ്രോഗ്രാമിൽ ഞാൻ ഓൾറെഡി സംസാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അതിൻ്റെ ചെറിയൊരു പോർഷൻ ഒരു കണ്ടിന്യൂറ്റി പോലെ നിന്ന് നമുക്ക് ഡീറ്റെയിൽ ഞാൻ സംസാരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ഇന്നലത്തെ വിഷയം നമ്മുടെ ഇഫ്താർ പ്രോഗ്രാമിൽ ഞാൻ ചൂസ് ചെയ്തത് വ്രതമാസമൊക്കെ ആയതുകൊണ്ട് തന്നെ വ്രതത്തിനപ്പുറത്തേക്ക് നമ്മുടെ വ്രതങ്ങൾ, നമ്മുടെ നോമ്പുകൾ എങ്ങനെ മൗനവ്രതത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പം 2 തരം നോമ്പുണ്ട്, ശാരീരികമായിട്ടുള്ള, മറ്റൊന്ന് സൈലൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഫാസ്റ്റിംഗ്. അപ്പം ബാഹ്യതലത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അടക്കം പ്രാപിക്കലാണെങ്കിലും ആന്തരിക തലത്തിലേക്ക് വരുമ്പം ഉള്ളിലുള്ള ശുദ്ധി കളയാതെ എല്ലാ നോയ്സുകളിലും, എല്ലാ കോലാഹലങ്ങൾക്കും, അതുപോലെ തന്നെ അരോചകമായിട്ടുള്ള അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിലുള്ള ചുറ്റുപാടുകൾക്കുള്ളിലൊക്കെ, യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കുള്ളിലൊക്കെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ, പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള കാംനെസ്, നമ്മുടെ അകത്തുള്ള സൈലൻസ്, നമ്മുടെ അകത്തുള്ള വ്രതശുദ്ധി കളയാതെ നിലനിൽക്കാൻ പറ്റുന്നതിനാണ് മൗനവ്രതം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊരു കണക്ട് ചെയ്യാൻ വേണ്ടി ആ പോയിന്റ് ഒന്ന് പറയാമെന്ന് കരുതിയതാണ്. സോ കമ്മിങ് ടു സോൾ ഓഫ് സോളിറ്റ്യൂഡ് എന്ന ഡിസ്കഷൻ. ഓക്കെ, നമ്മളാരും തന്നെ ഒരു പക്ഷേ ബാഹ്യതലത്തിൽ നോക്കിയാൽ ഒറ്റക്കാവൽ ഇഷ്ടപ്പെടാത്തവരാണ്. മനുഷ്യനൊരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ സൃഷ്ടി അങ്ങനെയാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ആരെങ്കിലും വേണം എന്നുള്ള ചിന്ത ഉണ്ടാവാം. നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് ഇരിക്കുമ്പോഴേക്ക് ചിലർക്ക് ബോറടിക്കും, ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പേടി വരും, ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇരിക്കാൻ പറ്റില്ല, താനേ ഡിസ്റ്റർബ്ഡ് ആവും, ഇറിറ്റേറ്റഡ് ആവും. പലരും പറയാറുണ്ട്, ഒന്നുകിൽ ഒറ്റയ്ക്കായി പോകുന്നു എന്ന ധർമ്മസങ്കടം, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ധർമ്മസങ്കടം, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്ക് എന്തൊക്കെയോ തോന്നലുകൾ വരാണ് എന്നൊക്കെ ഒരു രൂപേണ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഭയം വന്നത് അവരെ ആരൊക്കെ ഒറ്റപ്പെടുത്തി, ചിലരെ അവരെ ഒറ്റി എന്ന കാരണങ്ങളെ കൊണ്ടൊക്കെ ആയിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങളുണ്ട് നമ്മൾ ഒറ്റക്കാവലിനെ ഭയപ്പെടുന്നതും ഒറ്റക്കാകൽ ഇഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു കാരണം. എന്നാൽ വെളിച്ചത്തിൻ്റെ പോരാളികളായിട്ടുള്ള ഫ്ലെയിം വാരിയേഴ്സ്, ലൈറ്റ് വാരിയേഴ്സ്, അല്ലെങ്കിൽ ഒറ്റപ്പെടലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് ഒറ്റപ്പെടുത്തലിനോട്. അവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, എത്ര തന്നെ കഷ്ടത്തിലുള്ള സാഹചര്യങ്ങളിൽ പോയി നിന്നാലും ഒറ്റക്കാകൽ തിരഞ്ഞെടുക്കാൻ പ്രാപ്തമാക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരാണ് ദൈവത്തെ കണ്ടെത്തുന്നത്. ഞാൻ ഇന്നലത്തെ റൂമി നൈറ്റിൽ പറഞ്ഞിരുന്നു, ആരെങ്കിലും ഒരുവൻ ദൈവമേ പഠിച്ചവനെ എനിക്ക് നിന്നെ അറിയണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻക്ക് ഒറ്റയ്ക്കിരിക്കാനുള്ള ഒറ്റയാകലിൻ്റെ ഒന്നാകലിൻ്റെ പാതയിലൂടെ അവനെ വെട്ടിത്തെളിച്ച് കൊണ്ടുപോകും. അതൊരു പുതിയ പാതയായിരിക്കും, ചിലപ്പം ഇന്നേ വരെ കാണാത്ത, അവന് വേണ്ടി മാത്രമായിട്ട് ദൈവം വെട്ടിത്തെളിച്ച് കൊടുത്തിട്ടുള്ള വഴികളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒറ്റക്കാവൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്വാഭാവികമായിട്ടും സോളിറ്റ്യൂഡിൻ്റെയും സീക്രട്ടും സോളിൻ്റെ സീക്രട്ടും സോൾഫുൾനെസ്സിൻ്റെ സീക്രട്ടൊക്കെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതിനർത്ഥം എല്ലാം ഒഴിവാക്കിയിട്ട് എനിക്കൊന്നും വേണ്ട എന്ന നിഷേധഭാവത്തിലിരിക്കുക എന്നുള്ളതല്ല. എല്ലാം ഉണ്ടാകുമ്പോഴും ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴും ഒറ്റക്കാകൽ തിരഞ്ഞെടുത്ത് നമുക്ക് നമ്മളിലേക്ക് ചേർന്നിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് ഒരിക്കലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. പലരും ചിലപ്പോൾ അവർ തോറ്റു പോയി എന്നൊക്കെ പറഞ്ഞാലും അവർ തോറ്റ് എന്ന് കരുതിയ നിമിഷത്തിൽ പോലും അവരോടൊപ്പം ഇരുന്ന്, അവരെ തമ്പുരാനോടൊപ്പം ചേർന്നിരുന്ന് ആസ്വദിച്ച് മുഴുകി ലയിച്ച് അവൻ്റെ ഉള്ളിലെ ദിവ്യപ്രകാശത്തെ ഉണർത്തി ലോകത്തിന് വലിയ സമ്മാനമായിട്ട് അവർ തിരിച്ചു വരുന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റക്കാവുക എന്നതിന് ഒരിക്കലും നമ്മളൊരു നെഗറ്റീവായിട്ട് എടുക്കരുത്. അതിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കുറേ ഡേർട്ടുകളുണ്ട്, അതിൻ്റെ ഇമോഷണൽ കുറച്ച് തലങ്ങളുണ്ട്. നമ്മൾ വല്ലാണ്ട് വൈകാരികമായി പോകുന്നു ഒറ്റക്കാവുന്നു എന്ന് പറയുമ്പം. അത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള തലങ്ങളൊക്കെ ശുദ്ധീകരിച്ചിട്ട് അതിലെ വിവേകത്തെ നമുക്ക് അതിൻ്റെ ആഴത്തുനിന്നും പെറുക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റക്കാകൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെ തനിയെ ഒറ്റയ്ക്കിരിക്കാൻ ശീലിച്ച് തനിയെ ഒറ്റക്കാകൽ തിരഞ്ഞെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരുടെ കൂടെയും ഒരുമിച്ചിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ചില ആൾക്കാരുണ്ട്, എനിക്ക് എല്ലാവരും ഒന്നും ഇരിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ വൈബിന് പറ്റിയ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു കൂടെ എനിക്ക് കൂടാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം അത് നമ്മുടെ ഉള്ളിലെ രഹസ്യ തലത്തിൽ നമ്മുടേതായ ടേസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ താല്പര്യങ്ങളായിരിക്കും. അത് നമുക്കുള്ളിലെ കോർ സോണാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ.
പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ചിലപ്പം വൈബൊന്നും തോന്നാത്ത, നമുക്ക് വലിയ കണക്റ്റഡ് ആയിട്ട് തോന്നാത്തവരുടെ കൂടെയും ഇരിക്കുന്നത് കൊണ്ട് ഒരു അസ്വസ്ഥത ഒന്നും ഇല്ലാതെ നമുക്കുള്ളിലെ സോളിറ്റ്യൂഡ് അതേപോലെ കാത്ത് വെച്ച് ധ്യാനം അതുപോലെ ഒരുക്കി വെച്ച് അവരോടൊപ്പം ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു അച്ചീവ്മെൻ്റ് ആണ്. അതിനുള്ള പരിശീലനം ഒക്കെയാണ് നമ്മളീ പറയുന്ന വ്രതമൊക്കെ. അതിനുള്ള പരിശീലനമാണ് എല്ലാവരിൽ നിന്നും മാറിയിട്ട് കുറച്ചു കാലം സ്വമേധയാ ഒന്ന് പരിശീലിച്ച് ഏത് തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ പോയാലും വസിക്കാനും നിലനിൽക്കാനും നമുക്കുള്ളിൽ നമ്മളായിട്ടിരിക്കുന്ന ആ നിമിഷത്തെ സൂക്ഷിക്കാനും കാര്യപ്രാപ്തി വന്ന് കവചം തീർത്ത് അതിനുള്ള പ്രൊട്ടക്ഷൻ ലെയർ നേടിയെടുത്ത കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഓറ, അവരുടെ ഓജസ്സൊക്കെ ഭയങ്കര ഹ്യൂജാന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ സ്പിരിച്വൽ പേഴ്സ്പെക്റ്റീവ്സിലുള്ള ചില ഡിസ്കഷൻസിൽ പറയാറുണ്ട്, നിങ്ങൾക്കുള്ളിലെ വെളിച്ചത്തിൻ്റെ തോത് വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ അയക്കുന്ന സമൂഹം, നിങ്ങൾ ഏത് കൂട്ടത്തിലേക്കാണോ ഏത് ട്രൈബിലേക്കാണോ നിങ്ങൾ അയക്കുന്നത് അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അവർ ഭയങ്കര നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരായിരിക്കും നിങ്ങളുടെ സമൂഹം. ദാറ്റ് മീൻസ് നിങ്ങളുടെ വെളിച്ചത്തിൻ്റെ തോതിന് അനുസരിച്ചിട്ടുള്ള ഇരുട്ടിൻ്റെ കൂട്ടത്തിലേക്കാണ് നിങ്ങളെ പറഞ്ഞേക്കുക എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ലോകത്തിനോ ചുറ്റുപാടിനോ സമാധാനമോ സന്തോഷമോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, എന്നതിനർത്ഥം ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ചുറ്റിലുള്ള ആൾക്കാരൊക്കെ മോശക്കാരെ എന്നുള്ളതല്ല. ചിലപ്പോൾ പ്രയാസപ്പെടുന്നവരായിരിക്കും, ചിലപ്പം അവരുടേതായ ചില ബുദ്ധിമുട്ടുകളിൽ ഇമോഷണലി ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ അവരാ ഇറിറ്റേഷൻ നമുക്ക് ചൊറിച്ചിലായിട്ടായിരിക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പരീക്ഷണം എന്ന് തോന്നുന്ന ഒരു കൂട്ടത്തിലേക്കാണ് നമ്മളിങ്ങനെ നിന്നിട്ട് എന്തിനാണ് ഇത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അകത്തുള്ള പ്രകാശത്തെ അത്രമാത്രം ആഴത്തിലും വിശാലതയിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ കണ്ടെത്തണം. നമ്മൾ ആ ഇമോഷണൽ ഹേർട്ടുകൾക്കുള്ളിലൊക്കെ നിന്നിട്ട് ആ ഇമോഷണലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പ്രയാസങ്ങൾക്കൊക്കെ ഇടയിൽ ഇരുന്നു കൊണ്ട് തന്നെ അല്പസമയം മാറിയിരുന്ന് നമ്മളോടൊപ്പം ഇരുന്ന് ആ ഇമോഷൻസിൻ്റെ കേടുപാടുകളൊക്കെ തീർത്ത് അതിൻ്റെ പാടുകളൊക്കെ തീർത്ത് ഡ്രസ്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ വരുമ്പോഴേക്ക് മുറിവിൻ്റെ ഉള്ളിലെ പ്രകാശം വരുന്നത് പോലെ നമ്മുടെ ആ വൈകാരികമായ അനുഭവത്തിൻ്റെ അകത്തു നിന്നുള്ള വിവേകമാകുന്ന ജ്ഞാനം നമുക്ക് കിട്ടും. അത് കിട്ടുന്നതോട് കൂടിയിട്ട് അത് കേവലം ഒരു ജ്ഞാനമായിട്ടല്ല നിൽക്കുന്നത്, അതിനപ്പുറത്തേക്ക് അത് നമ്മുടെ ഒരു കവചമായിട്ട് മാറും, അത് നമ്മുടെ ഒരു പരിചയമായിട്ട് മാറും, അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇടത്ത് സമാധാനമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അവിടെ നിന്നും ഒളിച്ചോടാം. അതൊക്കെ ഇട്ടെറിഞ്ഞ് പോകാം. അതാർക്കും പറ്റുന്നതാണ്, ഇട്ടെറിഞ്ഞ് പോകാം എന്നുള്ളത്. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, അവർ ഇട്ടെറിഞ്ഞ് പോവുകയാണ് എന്ന് ചിലർക്ക് തോന്നും. പക്ഷെ അവർ ഇട്ടെറിഞ്ഞ് പോകുന്നവരല്ല. അവർ താൽക്കാലികമായിട്ടൊന്ന് പോസ് ചെയ്തിട്ട് അതിൽ നിന്ന് മാറിയിട്ട് അവരോടൊപ്പം ഇരിക്കും. കാരണം എനിക്ക് എന്നെ ഒന്ന് റിപ്പയർ ചെയ്യേണ്ടതുണ്ട്, എനിക്കൊന്ന് സ്ട്രെങ്ത് കിട്ടേണ്ടതുണ്ട്, എന്നിട്ട് വേണം എനിക്ക് ഇവിടേക്ക് വീണ്ടും വരാൻ, എനിക്ക് ഒന്നുകൂടി ഈ കാര്യങ്ങളിൽ ഒന്ന് പ്രവർത്തിച്ച് പരിശീലിക്കാൻ. അത്തരത്തിൽ ബോധപൂർവം പോസ് എടുത്ത് ഒളിച്ചോടാതെ പരിശീലിച്ച് തിരിച്ചു വരാൻ തയ്യാറാവുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കാണ് സോളിറ്റ്യൂഡിൻ്റെ എസൻസും സോളിറ്റ്യൂഡിൻ്റെ സോളും ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. അപ്പം ഞാൻ പലതവണ നമ്മളെ ഗൈഡ് ടോക്കിൽ ചർച്ചാ വിഷയമാക്കിയിട്ടുള്ള ഒരു റൂമിയുടെ കുറച്ച് വരികളുണ്ട്. ഞാൻ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. വെൻ ഐ റൺ ആഫ്റ്റർ വാട്ട് ഐ തിങ്ക് ഐ വാണ്ട്, എനിക്കെന്ത് വേണമോ അതിൻ്റെ പിറകെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പം അതെന്നെ ഓടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ പിറകെ ഓടി 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 തളർന്നപ്പോൾ എനിക്ക് മടുത്തു, ഞാൻ ക്ഷീണിച്ചു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു എനിക്കിനിത് വേണ്ട, എന്നെക്കൊണ്ട് ഇതിനാകൂല എന്ന് ഞാൻ പരാജയം സമ്മതിച്ച് കീഴടങ്ങി സറണ്ടർ ചെയ്ത് അതിനെ വിട്ടിട്ട് ഞാനൊരു സ്ഥലത്ത് വിശ്രമിക്കായിരുന്നു. അങ്ങനെ അല്പസമയം ഞാനിങ്ങനെ വിശ്രമിച്ച് എൻ്റെ വിശ്രമം തുടർന്നപ്പോൾ എനിക്ക് എന്തായിരുന്നോ വേണ്ടത് അത് ഞാൻ അതിൻ്റെ പിറകെ പോകാതെ തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി, വാട്ട് ഐ ആം സീക്കിങ് ഈസ് ഓൾറെഡി സീക്കിങ് മീ. ഞാൻ എന്തിനെയാണോ തേടുന്നത് അത് എന്നെയും തേടുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് എനിക്ക് അതിൽ നിന്നും കിട്ടി. അങ്ങനെയാണ് വാട്ട് യു സീക്ക് ഈസ് സീക്കിങ് യു എന്ന കോട്ട് ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിലൂടെ മൗലാന റൂമി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇൻഡയറക്റ്റായിട്ട് ആയത്തിൽ ചിന്തിക്കുന്നവർക്കുള്ള അതിലെ ജ്ഞാനശകലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിറകെ ഓടുന്ന സമയത്ത് നമ്മളെ മറന്നു പോവാണ്. നമ്മുടെ ചിന്തകളിൽ നമ്മളെക്കാളും കൂടുതൽ നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ചിന്തകൾ കടന്നു വരാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്നോടൊപ്പം ഉറങ്ങിയോ, എൻ്റെ ആഗ്രഹങ്ങളോടൊപ്പം ഉറങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് പോലും ആഗ്രഹങ്ങളോടൊപ്പം ആയിരിക്കും, എന്നോടൊപ്പം ആയിരിക്കില്ല. അപ്പം നമ്മളറിയാണ്ട് നമ്മളിൽ നിന്നും അകന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളോടൊപ്പം നിൽക്കാൻ തമ്പുരാൻ റെഡി ആവുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളോടൊപ്പം മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മളില്ല. തമ്പുരാൻക്ക് നമ്മുടെ സ്വപ്നമല്ല തരാൻ പറ്റുക, നമ്മളെ ആണ് അതിനാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ തീർപ്പ് കൽപ്പിച്ച് തരുന്നവൻ അത് നമ്മളിലൂടെയാണ് സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
നമ്മൾ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നോക്കാം. പ്രശ്നങ്ങൾക്ക് മീതെയും അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് പിറകെയും ഒക്കെ ഓടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് കഷ്ടപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടാവുക. അതിൻ്റെയൊക്കെ പിറകെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മളോടൊപ്പം കൂടുതൽ ഇരിക്കാനും നമ്മളെ കൂടുതൽ അറിയാനും ആ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് ഇഷ്ടം കൂടും. കഷ്ടത പുറത്തുണ്ടെങ്കിൽ കൂടി അകത്ത് നമുക്ക് നമ്മളോട് ഇഷ്ടമായിരിക്കും. അതാണ് സെൽഫ് ലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സോളിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വലിയ പ്രശ്നങ്ങൾക്കും എത്ര വലിയ പദ്ധതികൾക്കും എത്ര വലിയ ബിസിനസ്സുകൾക്കും എത്ര വലിയ യുദ്ധസമാനമായിട്ടുള്ള പോരാട്ട സമാനമായിട്ടുള്ള മക്കളെ നോക്കുന്ന പരിപാടിയോ വീട് സജ്ജീകരിക്കുന്ന പരിപാടി ഇതിൻ്റെയൊക്കെ പിറകെ പോകുമ്പോഴും അറ്റ് ദ എൻഡ് നിങ്ങൾ കിടന്നുറങ്ങണത് ഇന്ന് ഇത്രയും പണിയെടുത്ത് കഷ്ടപ്പെട്ടു ഞാനാകെ തളർന്നു പോയല്ലോ എന്ന ഖേദത്തോടു കൂടി സങ്കടത്തോടു കൂടി ആ തളർച്ചയെയും അന്നത്തെ ദിവസത്തെ തിരക്കിനെയും കെട്ടിപ്പിടിച്ചാൽ നമ്മൾ ഉറങ്ങണതെങ്കിൽ ഉറങ്ങാൻ സമയത്ത് പോലും നമ്മളൊന്ന് സ്പർശിക്കാനോ നമ്മളൊന്ന് എംബ്രേസ് ചെയ്യാനോ നമ്മളൊന്ന് ആലിംഗനം ചെയ്യാനോ നമ്മൾ റെഡിയല്ല. അതുകൊണ്ടാണ് ഗൈഡഡ് കോഡ് ചെയ്തവരോട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് സമയത്തെങ്കിലും ചെറിയൊരു ധ്യാനം ചെറിയൊരു മെഡിറ്റേഷൻ നിങ്ങളോടൊപ്പം ഇരുന്ന് ഒന്ന് ശുദ്ധീകരിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പോടു കൂടി ഇറങ്ങാം. ഒട്ടുമിക്ക ആളുകളും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും ഒരു പ്രോമിസ് കൊടുക്കൽ, നാളെ എനിക്ക് ചെയ്യാനുള്ള രാവിലെ 5 മണിക്ക് എണീറ്റ് അടുക്കളയിൽ കയറാനുണ്ട്, അല്ലെങ്കിൽ 6 മണിക്ക് എണീറ്റിട്ട് ഫ്രഷ് ആയിട്ട് ബിസിനസ്സിൻ്റെ കാര്യത്തിന് പോകാനുണ്ട്, നാളെ എക്സാമിന് പഠിക്കാനുണ്ട്. ഇത്തരം ചിന്തകൾ വെച്ചിട്ടാണ് ഉറങ്ങുന്നത് പോലും. അപ്പോൾ ഉറങ്ങാൻ നേരത്ത് പോലും നമ്മൾ അറിയാണ്ട് കൊടുക്കുന്ന പ്രോമിസ്, എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണോ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണോ അതിനോടൊപ്പം നാളെ രാവിലെ മുതൽ തന്നെ ഞാൻ ഉണ്ടാക്കും കേട്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയത് എന്നോടൊപ്പം ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അതിനോടൊപ്പം ഞാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സോളിറ്റ്യൂഡ് നമ്മൾ അറിയാണ്ട് മറന്നു പോകുന്നു. ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ പറ്റി തന്നെ ചിന്തിച്ച് അതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച് സദാസമയം അതിനോടൊപ്പം മുഴുകി ലയിച്ച് നമ്മളിങ്ങനെ കടന്നു പോകുമ്പം അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ എവിടെയോ നമുക്ക് ലോൺലിനെസ് ബാധിക്കാം. ലോൺലിനെസ് തന്നെ ഒറ്റപ്പെടുന്നത് പോലെ തോന്നാം. ഈ ഒറ്റപ്പെടൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായതാണ്. ഇതിൻ്റെയൊക്കെ പിറകെ ഓടി ഓടി ഞാൻ മടുത്തു തളർന്നു, എനിക്ക് ആരും ഇല്ലാത്തതുപോലെ, ഞാൻ ഒറ്റക്കാവണ പോലെ, ഒക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നത് പോലെ എന്ന രീതിയിലേക്ക് ആലോചിച്ച് നോക്കിയേ. സോളിറ്റ്യൂഡിൻ്റെ ആസ്വാദനത്തിലിരിക്കുന്ന ഒരാൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ തന്നെ അത്ര ഇഷ്ടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ നമ്മളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യം പോലെ അത് ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാൻ പൂതിയായിട്ടാ, പ്ലീസ് ഇത് ഞാൻ ചെയ്തോട്ടെ, അത് ഞാൻ ചെയ്തോട്ടെ, അങ്ങനെ പോയി ചോദിക്കും. എന്നാൽ ലോൺലിനെസ്സിൻ്റെ പടുകുയിലേക്ക് വീണിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മോളെ അതൊന്ന് ചെയ്യാൻ പറ്റുമോ, നിങ്ങളൊന്നും ഇത് ചെയ്തുതരോ, എന്നെ കൊണ്ട് ആവണില്ല എന്ന രീതിയിലുള്ള പരാതി സ്വരങ്ങൾ അവരുടെ ഭാവങ്ങളിൽ അവരുടെ ടോണുകളിൽ പോലും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ലോൺലിനെസ്സിലേക്കാണോ നിങ്ങളുടെ കർമ്മ പദ്ധതികൾ പോകുന്നത്, സോളിറ്റ്യൂഡിലേക്കാണോ കർമ്മ പദ്ധതികൾ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ചിലർ പറയാറുണ്ട്, ഞാനിതൊക്കെ ചെയ്തിട്ട് എന്തായി ചോദിച്ചാൽ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, എൻ്റെ സമയം നഷ്ടപ്പെട്ടു എന്നല്ലാണ്ട് മറ്റൊന്നും എനിക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടില്ല എന്ന് അവസാന ഘട്ടത്തിൽ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട്, ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്ക് എന്നെ കിട്ടി എന്നുള്ളതാണ്. എനിക്ക് എന്നെ കിട്ടി കാരണം എൻ്റെ കഴിവ് എനിക്ക് തിരിച്ചറിയാൻ പറ്റി, എൻ്റെ വീക്ക്നെസ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റി, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ ഏതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ സോളിറ്റ്യൂഡിലൂടെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പം നമ്മൾ അതിലേക്ക് ചേർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പം നമ്മൾ എക്സ്ക്ലൂഷൻ ഉണ്ട്, ഇൻക്ലൂഷൻ ഉണ്ട്, സെക്ലൂഷൻ ഉണ്ട്. 3 തരം കൺക്ലൂഷനുകളാണ്. ദാറ്റ് മീൻസ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നിലേക്ക് ചേരലാണ്, നമ്മൾ ഒന്നിലേക്ക് നമ്മൾ ഉള്ളോട്ട് എടുക്കലാണ്, ഒരു കാര്യത്തെ ഉള്ളോട്ട് എടുക്കലാണ്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്, അതായത് എക്സ്ക്ലൂഷൻ ഒഴിവാക്കുന്നതാണ്, നമ്മളിൽ നിന്ന് എടുത്ത് കളയുന്നതാണ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിലർ പറയും, ഞാനവിടെ പോയപ്പം എന്നെ ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്ത പോലെ ഫീൽ ചെയ്തു, എന്നെ അവർ ഒഴിവാക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഞാനതിൽ ചേരാത്തത് പോലെ ഫീൽ ചെയ്തു. മറ്റു ചില കാര്യം അത് ഇൻക്ലൂസീവാണ്, ഞാൻ അതിലേക്ക് ചേർന്നത് പോലെ ഫീൽ ചെയ്തു. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് സെക്ലൂഷൻ. സെക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനും എക്സ്ക്ലൂഡ് ചെയ്യാനും നമ്മുടെ ചോയ്സാണ്. ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേ എന്ന് നമ്മുടെ ചോയ്സാണ്. ആ ചോയ്സിൽ നമ്മൾ സോളിറ്റ്യൂഡ് തിരഞ്ഞെടുക്കുന്നതിനെയാണ് സെക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഞാൻ പറിച്ച് നടപ്പെട്ടിട്ടില്ല, എന്നെ പുറത്താക്കപ്പെട്ടിട്ടില്ല, എന്നാൽ ഞാൻ സ്വമേധയാ തന്നെ അതിലേക്ക് അതെൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെ ഞാൻ അല്പം മാറിയിരിക്കുകയാണ്. അതിനാണ് നമ്മൾ സെക്ലൂഷൻ അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ആൽക്കെമിസ്റ്റ് എന്ന സ്റ്റോറി നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ സാന്റിയാഗോ ഒരു സെക്ലൂഷനും സോളിറ്റ്യൂഡും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം കുറേ ലോൺലിനെസ് ആയിരുന്നു, പക്ഷേ ഫാത്തിമ എന്ന് പറയുന്ന അത്രയും സ്നേഹം തുളുമ്പുന്ന അത്രയും ഭംഗിയുള്ള സൗന്ദര്യവതിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടതോട് കൂടിയിട്ട് സാന്റിയാഗോ തെറ്റിദ്ധരിക്കുകയാണ്, ഇതാണ് എൻ്റെ നിധി, എനിക്കത് കിട്ടിയിരിക്കുന്നു
എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അത്രയും സന്തോഷത്തിലായിട്ട് അവിടെ ഇങ്ങനെ നിലനിൽക്കാമെന്ന് കരുതിയപ്പം ഫാത്തിമ സാന്റിയാഗോനോട് പറയുന്നുണ്ട്, നിനക്ക് വിധിച്ചത് അത് ഏത് മലയുടെ മുകളിലാണെങ്കിലും അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് നീ എൻ്റെ മുഞ്ചും കണ്ടിങ്ങനെ ഇരിക്കേണ്ട, നീ നിൻ്റെ ദൗത്യം തേടി പോകണം എന്ന് പറയുമ്പം അവിടെ സാന്റിയാഗോക്ക് ഒരു ചോയ്സ് ഉണ്ട്, ഞാൻ ഇവിടെ തന്നെ നിൽക്കണോ അല്ല ഞാൻ മുന്നോട്ട് പോകണോ. അപ്പോൾ സ്വമേധയാ തന്നെ ആ ചോയ്സിൽ സെക്ലൂഷൻ, സോളിറ്റ്യൂഡ് തിരഞ്ഞെടുത്തിട്ട് അവൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി പോവുക ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതുപോലെ നമുക്കായി തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒറ്റപ്പെടുന്ന നിമിഷങ്ങൾ, അതാണ് പാതിരാ സമയങ്ങളിൽ കൂട്ടമായിട്ടുള്ള പലതരത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ആ കൂട്ടമായ ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ പോയി നമസ്കരിക്കുമ്പോഴോ മറ്റ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ അതിൽ കൂട്ടത്തിലാണെങ്കിൽ കൂടി എൻ്റെ അകത്തു നിന്നും ഞാൻ സെൽഫായിക്കൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ ചേർന്ന് നിന്ന് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ ഒരു ഇടം ദൈവവുമായി കണ്ടെത്താൻ നമ്മൾ പരിശീലിക്കുകയാണ്. അത് കൂട്ടത്തിൽ നിന്നിട്ടുള്ള മാസിൽ നിന്നുകൊണ്ടുള്ള സെൽഫ് കണക്ഷൻ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പരിശീലനം, ഒരു വ്രതം എന്ന് തന്നെ നമുക്ക് പറയാം. അത് വല്ലാത്തൊരു ടാസ്ക്കാണ്. ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് എൻ്റെതായ ഒന്നിനെ കണ്ടെത്താൻ പറ്റുക എന്നത് വളരെ ചലഞ്ചിങ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഏറ്റവും അടുത്ത ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പല രഹസ്യങ്ങളും പറയാനുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പബ്ലിക്കായിട്ടുള്ളൊരു ഗ്യാതറിങ്ങിൽ നിൽക്കുമ്പം നമുക്കത് അത്ര അങ്ങോട്ട് പറ്റൂല. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രഗിളിങ് ആയിരിക്കും, ഇതിൻ്റെ ഇടയിലൂടെ ഞാനെങ്ങനെ എൻ്റെ സംഭാഷണം നടത്തുമെന്നുള്ളത്. അപ്പം ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആ പരിധിയിൽ വെച്ചുകൊണ്ട് മാത്രം നടത്താൻ പറ്റുന്ന കുറേ സ്നേഹ സംഭാഷണങ്ങൾ നടത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും എന്നുള്ള. അതിനുശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ട് വേറൊരു മെസ്സേജ് ഇടും, അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനൊന്നും പിന്നെ സംസാരിക്കാനൊന്നും വരാഞ്ഞത് എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ രാത്രി ഫ്രീ ആകുമ്പോൾ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആവുന്ന സമയത്ത് ഒന്നുകൂടി ഒരു കാണലുണ്ട്. അത് നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്ന, നമ്മൾക്ക് കുറച്ചുകൂടി ആഴത്തിൽ അറിയണം, അനുഭവിക്കണം, സ്നേഹം പങ്കുവെക്കണം എന്ന് തോന്നുമ്പോഴുള്ള ഒരു തിരഞ്ഞെടുക്കലാണത്. അത് സ്നേഹത്തിൽ നിന്നും മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്, ഒരു ആസ്വാദനമാണെന്നുള്ള. സോളിറ്റ്യൂഡ് എപ്പോഴും നമ്മളിലെ സെൽഫ് ലവ് നിറയ്ക്കും. ഈ സെൽഫ് ലവ് നിറയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളോടുള്ള ഇഷ്ടമെന്നുള്ളതല്ല, നമ്മൾ ആ സോളിറ്റ്യൂഡിൽ പോയിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നു. ആ കിട്ടുന്ന നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നമ്മളോട് വല്ലാത്തൊരു സ്നേഹം തോന്നാണ്. ചില ആൾക്കാരുണ്ട്, അവരുടെ സെൽഫ് വേർത്ത് കൂടുതൽ, സെൽഫ് എസ്റ്റീം കൂടുതൽ ഏതോ ഘട്ടത്തിൽ അവരെ സ്നേഹിക്കുന്ന, അവരെ മൂല്യം അവരെക്കാൾ നന്നായിട്ട് അറിയുന്ന ചില ആളുകൾ വന്ന് അവരെങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം മുതലായിരിക്കും അവർക്ക് മൂല്യം വർദ്ധിക്കുന്നതായിട്ട് അവർക്ക് തോന്നാം. അത്തരം മറ്റുള്ളവരുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന, വാല്യൂ എഡീഷൻ നടത്തി കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ മൂല്യം കൂട്ടുമാറ് നമ്മളോടൊപ്പം കൂട്ടിരുന്ന് സോളിറ്റ്യൂഡിലൂടെ നമ്മളെ എലവേറ്റ് ചെയ്തിട്ട് നമ്മളെ പവർഫുള്ളാക്കി തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങാം. അപ്പം എന്ത് സംഭവിക്കും? നമ്മളുടെ മൂല്യം അറിയുന്നത് കൊണ്ട്, നമ്മളിലുള്ള സ്നേഹത്തിൻ്റെ കണം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് ചുറ്റിലുള്ള ആളുകൾക്കും നമ്മൾക്കത് അനുഭവിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പം മൂല്യം ഇല്ല എന്ന് തോന്നിയ പല ആളുകൾക്കും അവർക്ക് മൂല്യം കൂടുന്നതായിട്ട് തോന്നും. ആ കൂടുന്ന ചിന്തകളിലൂടെ, ആ കൂടുന്നതായിട്ട് തോന്നുന്ന അനുഭവങ്ങളിലൂടെ അവരവരെ ഇഷ്ടപ്പെട്ടു തുടങ്ങുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാനോടൊപ്പം നമ്മൾ അല്പസമയം ഒറ്റക്കായിട്ട് മാറിയിരുന്ന് മുഴുകിയിരിക്കുന്ന ഘട്ടത്തിൽ അവൻ്റെ വിശാലതയും അവൻ്റെ കാരുണ്യവും അവൻ നമ്മളെ ആക്കിയിരിക്കുന്ന ഭംഗിയും സൗന്ദര്യവും നമുക്കായിട്ട് സംവിധാനിച്ചിരിക്കുന്ന ഭൂമിയും ആകാശവും കടലും ഇതിൻ്റെയൊക്കെ സൗന്ദര്യത്തെ പറ്റി ഓർത്തിട്ട് ഇത്രയും നല്ലൊരു കൊട്ടാരത്തിലേക്കാണ്, ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്, എന്നെ സംവിധാനിച്ചിരിക്കുന്നത്, എനിക്ക് വസിക്കാൻ തന്നിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാണ്ട് നമ്മളെ മൂല്യം വർദ്ധിച്ചതുപോലെ തോന്നും. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഇരിക്കുന്ന ഇടം അറിഞ്ഞോ അറിയാതെയോ നമ്മളെ മൂല്യം കൂട്ടാം, നമ്മുടെ മൂല്യം കുറയ്ക്കാം. അപ്പം ബുർജ് ഖലീഫയുടെ താഴെ പോയിരുന്നിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അവിടെ നിൽക്കുകയാണെങ്കിൽ എവിടോ നമുക്ക് മൂല്യം കൂടിയതുപോലെ തോന്നുമെന്നുള്ള അതൊരു സ്വാഭാവികമായിട്ടുള്ള തലമാണ്. അതിൻ്റെ ആധ്യാത്മിക തലത്തിലേക്കൊന്നും ഞാൻ പോകണില്ല, അങ്ങനെയല്ല ആകേണ്ടത്. പക്ഷേ സ്വാഭാവികമായ തലത്തിൽ അങ്ങനെയാണ് മനുഷ്യൻ്റെ ചിന്തകൾ പോകാറുള്ളത് എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഏറ്റവും മൂല്യമുള്ളവനോടൊപ്പം നമ്മളെ കൊണ്ട് അല്പസമയം മാറ്റി ധ്യാന നിർഭരമായിട്ട് ഇരുത്തുമ്പോൾ അവിടെ നമ്മളെ മൂല്യം കൂടി വർദ്ധിക്കപ്പെടാന്നുള്ളതാണ്. ഞാൻ ഇന്നലത്തെ ഇഫ്താർ മീറ്റപ്പിലൊക്കെ പറഞ്ഞിരുന്നു, പ്രവാചകർ എന്ന ആ ഗുരുവിന് സെക്ലൂഷനിലിരുന്ന ഹിറയിൽ ധ്യാന നിർഭരമായി ഇരുന്നിട്ട് വെളിച്ചത്തിൻ്റെ സന്ദേശമാകുന്ന വേദശകലങ്ങൾ ഇറക്കപ്പെട്ടത് ഈ റമദാൻ എന്ന ഈ മാസത്തിലാണ്, വ്രതമാസത്തിലാണെന്ന് പറയാറുണ്ട്. അപ്പം ആ സെക്ലൂഷനിൽ തനിച്ചിരുന്ന് ദൈവികമായ ചിന്തകളിൽ മുഴുകി, ദൈവികമായ ആശ്ചര്യത്തിൽ മുഴുകി
കർമ്മങ്ങളിലും ആരാധനകളിലും ഒക്കെ ആയിട്ട് സ്നേഹത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്തേക്കൊക്കെ നോക്കുമ്പം ഈ നക്ഷത്രത്തിൻ്റെ പിറകിലെ രഹസ്യം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ശാസ്ത്രജ്ഞന് തോന്നുന്നത് പോലെയുള്ള ഒരു ശാസ്ത്രജ്ഞന് ഉദയം ചെയ്യിപ്പിക്കുന്ന സമാനമായിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ നിന്നും ഇതിൻ്റെയൊക്കെ പിറകിലുള്ള രഹസ്യം എന്താണ് എന്ന രൂപേണ ആകാശവും നക്ഷത്രങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ആ സെക്ലൂഷൻ സോളിറ്റ്യൂഡ് പീരീഡിലാണ് ആ വേദം ഇറങ്ങുന്നതും അല്ലെങ്കിൽ ബോധോദയം ഉണ്ടാകുന്നതും എൻലൈറ്റ്മെൻറ്റ് സംഭവിക്കുന്നതും നുബൂവത്ത് ലഭിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സോളിറ്റ്യൂഡ് പോയിന്റിലേക്ക് പോയപ്പം ആ പ്രവാചകർ എന്ന അന്നേ വരെ കേവലം മുഹമ്മദ് എന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു സാധാരണ രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരാളുടെ മൂല്യം വർദ്ധിച്ചിട്ട് അവർ പ്രവാചകനും പ്രബോധകനുമായി മാറാണ്. അപ്പോൾ ആ ലെവൽ അങ്ങ് എലവേറ്റ് ചെയ്യാണ്. അപ്പം നമുക്കുള്ളിലെയും പ്രവാചക അംശം ഇൻ ദ സെൻസ് നമ്മൾക്കുള്ളിലെയും വെളിച്ചത്തിൻ്റെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൻ്റെ, ഇരുട്ടിലായവർക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വെളിച്ചം പകർന്നു കൊടുക്കുന്നതിൻ്റെ ആയം വ്യാപ്തിയിലും ചെന്നിട്ട് നമ്മൾ ഉണർത്തിയെടുക്കണമെങ്കിൽ അത്തരത്തിലൊരു ഹിറ അനുഭവം പോലെ, ഒരു സെക്ലൂഷൻ പോലെ, ഒരു സോളിറ്റ്യൂഡ് നമ്മൾക്ക് സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പം ഇവിടെയാണ് എന്തിനും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മൾ ഒറ്റക്കാക്കിയിട്ട് ഒറ്റിക്കൊണ്ട് നമ്മൾ ഒറ്റപ്പെടുത്തും. അത് വല്ലാത്ത വേദനയായിരിക്കും എന്നുള്ളതാണ്. അപ്പം വെളിച്ചം വരാൻ വേണ്ടി മുറിവുണ്ടാകുന്നത് വരെ കാത്തിരിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പം മുണ്ടിലൂടെയാണ് വെളിച്ചം വരിക എന്ന് റൂമി പറഞ്ഞത് കൊണ്ട് എന്നാൽ മുറിവ് വരട്ടെ എന്നിട്ട് ഞാൻ വെളിച്ചം എടുത്തോളാം എന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല. മുൻകഴിഞ്ഞവരുടെ പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏത് അവസ്ഥകളിൽ ഏതൊക്കെ അനുഭവങ്ങളിലാണ് വെളിച്ചം മനുഷ്യന് സിദ്ധമായത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു സമൂഹത്തിന് വെളിച്ചം നൽകുന്നത് പോലെ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ട് ഒരുപാട് ആളുകളെ വെളിച്ചത്തിലാക്കാൻ, ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ അവർ തനിച്ചിരുന്ന് സെക്ലൂഡഡ് സോളിറ്റ്യൂഡ് മൊമെൻറ്റിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട്, പ്രയാസങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ കുറച്ച് സമയം നമ്മളോടൊപ്പം അങ്ങനെ ഇരിക്കുക, വെറുതെ ഇരുന്ന് കൊടുക്കുക. ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർ വല്ലാത്ത പ്രയാസത്തിലായിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഒരിടത്ത് ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഞാൻ ഓരോന്ന് പരിഗണിക്കട്ടെ എന്ന് കരുതിയിട്ട് സാരമില്ല, ആ പ്രശ്നമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ഇപ്പം അത് പഠിച്ചവൻ്റെ വിദ്യാന്നങ്ങ് കരുതിയേക്കും മോളെ, വിട്ടേക്ക്, അത് സാരമില്ല മോളെ എന്ന് പറയും. നിങ്ങളൊന്നും മിണ്ടാണ്ട് നിൽക്കുന്ന പോലെ തൽക്കാലം ഒന്നും മിണ്ടാണ്ട് എന്നെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി എന്ന് പറയും. അതുപോലെ ചില സമയത്ത് നമ്മൾ എത്ര വിഷയങ്ങളിലാണെങ്കിലും ഒന്നും മിണ്ടാതെ ഒന്നും പറയാതെ നമ്മൾ നമ്മളോടൊപ്പം വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കാം. അത് പലർക്കും പറ്റാറില്ല എന്നുള്ളതാണ്. അവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. എന്തിലേറെ പറയുന്നു, ഈ സോളിറ്റ്യൂഡിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ പറയുന്നു ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കുക, ഞാൻ ഓൾറെഡി ഒറ്റക്കാണ്, ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ പറ്റും, ഞാൻ ഓൾറെഡി ഒറ്റക്കാണ്. ഈ ഒറ്റക്കാണെന്ന് പറഞ്ഞാൽ ആൾക്കാരില്ല എന്നതുകൊണ്ട് ഞാൻ ഒരാൾ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നതല്ല ആ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, ഇവരെല്ലാവരും എനിക്കെതിരാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റക്കാണ്. ഇതുമല്ല, ബാഹ്യതലത്തിൽ എണ്ണം കൊണ്ട് ഒന്നാവലല്ല, ഒറ്റ ഒരാൾ മാത്രം ആകലല്ല, അല്ല ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാവരും ഒറ്റയത് കൊണ്ട് ഒറ്റക്കാവലല്ല, ഇത് രണ്ടുമല്ല അതെന്നുള്ള. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഇനി ആരുമില്ലെങ്കിലും തന്നെ നമുക്ക് അതൊന്നും നമ്മളെ ബാധിക്കാതെ നമ്മളോടൊപ്പം ആൾക്കൂട്ടത്തിലാണെങ്കിലും തനിച്ചാണെങ്കിലും നമ്മളോടൊപ്പം തന്നെ നിലനിൽക്കാൻ പറ്റുന്ന അവസ്ഥ. ഇന്നലത്തെ റൂമി നൈറ്റിൽ ഞാനത് പറയുന്നു, നമ്മൾ ആരുമില്ലാതെ ഒരു സമയം നമ്മൾ നമുക്കായി തിരഞ്ഞെടുത്ത് നമ്മളോടൊപ്പം ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് പോയാലും അവിടെ വളരെ വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മളോടൊപ്പം തന്നെ നിലനിൽക്കാൻ വേണ്ടി പറ്റും. അത് നമ്മളെ ബാധിക്കുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ബാധിക്കുന്നില്ല ഇൻ ദ സെൻസ് നമ്മൾ അതൊന്നും ചേരാണ്ട് നിൽക്കുക എന്നുള്ളതല്ല, നമ്മളതിലൊക്കെ ചേരുന്നുണ്ടായിരിക്കും. ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമുക്കുള്ളിലെ ഒരു മൗനമായിട്ടുള്ള ധ്യാനനിർഭരമായിട്ടുള്ള അല്ലെങ്കിൽ വ്രതത്തിന് സമാനമായിട്ടുള്ള നമ്മുടെ മൗന വ്രതതലം നമുക്കിങ്ങനെ കവചമായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാനും പറ്റുന്നൊരവസ്ഥ. അതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ പുറത്തുള്ള കോലാഹലങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. നമ്മളെ ചുറ്റിലും നമ്മുടെ സമാധാനം കളയുന്ന, നമ്മളെ ഇമോഷണലാക്കി കളയുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ ഇവിടെ GT വന്നിരിക്കുമ്പോൾ നിങ്ങൾ സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാണ്, നിങ്ങൾ ആൾക്കാരുടെ ഇടയിലായിരിക്കണേ, നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും ഒരാളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ളവരിവിടെ വീഡിയോയിലുള്ളത് കൊണ്ടോ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ ഹാൻഡ് റൈസ് ചെയ്യുന്നത് കൊണ്ടോ ഈ വീഡിയോയിൽ കാണുന്ന മറ്റാളുകളുടെ ഗോഷ്ഠികൾ കണ്ടുകൊണ്ടോ അനക്കം കണ്ടുകൊണ്ടോ ചലനം കണ്ടുകൊണ്ടോ നിങ്ങൾക്ക് ലെവലേശമെങ്കിലും ഈ ക്ലാസ്സിൻ്റെ എന്തെങ്കിലും മിസ്സായി പോകുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങളിവിടെ സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സോളിറ്റ്യൂഡിലാണ്. അപ്പോൾ GT വന്നാൽ സോളിറ്റ്യൂഡ് കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ GT സോളിറ്റ്യൂഡ് മാത്രമല്ല അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും.
എന്താണോ ആ കിട്ടുന്നത്, ആ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഇതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഒരു ശൈലി നിങ്ങൾക്കറിയാം, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുഭവ തലത്തിൽ കൂടി താനേ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെ കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട് ട്ടോ ഒന്ന് അറിഞ്ഞേക്കണം എന്ന് ഓർമ്മിപ്പിക്കൽ മാത്രമേ ഇവിടെ സംഭവിക്കാറുള്ളൂ. അല്ലാണ്ട് നാളെയോ മറ്റന്നാളോ എപ്പോഴോ എന്തോ സംഭവിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് എന്ന് രൂപേണ പലപ്പോഴും ഞാൻ സംസാരിക്കാറില്ല. എൻ്റെ പല സംസാരങ്ങളും ഈ ഒരു ആംഗിളിലാണ് കടന്നു പോകാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ രൂപേണ നമ്മളോടൊപ്പം ഇരിക്കാൻ, നമ്മളോടൊപ്പം സമയം ചെലവഴിക്കുക, അതിന് നമ്മൾ തയ്യാറാവുക. ആ നമ്മളോടൊപ്പം നമ്മളുണ്ടോ ചെക്ക് ചെയ്തിട്ട് വേണം. നിങ്ങൾ ഇപ്പം റമദാനൊക്കെ ആകുമ്പം രാത്രികാല ആരാധനകളൊക്കെ ഒരുപാടുണ്ടായിരിക്കും. അപ്പം ആ സമയത്ത് നമ്മളോടൊപ്പം കൂടി നമ്മളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റും. കാമ്പില്ലാത്ത ആത്മാവില്ലാത്ത കർമ്മങ്ങൾ എന്നതിന് പല അർത്ഥതലങ്ങളുണ്ട്. അതിലൊന്ന് സോളിറ്റ്യൂഡ് ഇല്ലാത്തതും കൂടി, സോളിറ്റ്യൂഡ് ഇല്ലാത്ത കർമ്മങ്ങളും കൂടി, സോളിറ്റ്യൂഡ് സംഭവിക്കാത്ത കർമ്മങ്ങൾ കൂടി സോളില്ലാത്തതായിട്ട് മാറും. കാരണം സോളിറ്റ്യൂഡിലാണ് നമ്മുടെ സോളിൻ്റെ ആറ്റിറ്റ്യൂഡ് പ്രകടമാകുന്നത്. സോളിൻ്റെ ഒരു ഭാവമുണ്ട്, ആറ്റിറ്റ്യൂഡ് മീൻസ് മനോഭാവം. അപ്പോൾ സോളിൻ്റെ ഭാവം സോളിറ്റ്യൂഡിൽ പ്രകടമാകുന്നു. ഇപ്പോൾ കുറേ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് നമ്മളിങ്ങനെ പോയിരിക്കുമ്പോൾ ചിലർ വരും, എനിക്ക് ഇവിടെ ഇരുന്നൊരു ഹുഷോ കിട്ടുന്നില്ല, ഒരു ഫോക്കസ് കിട്ടുന്നില്ല, എനിക്കൊരു ഫീൽ കിട്ടും, ഞാനൊന്ന് മാറിയിരുന്നോട്ടെ എന്ന് പറയുമ്പോൾ നമ്മളവിടെ തിരഞ്ഞെടുക്കുക. ദാറ്റ് മീൻസ് എനിക്ക് എന്നോടൊപ്പമായിട്ട് ഇരിക്കാൻ പറ്റുന്നതിനെ പലതും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. എന്ന് മാറിയിരിക്കുന്നു എന്നാൽ ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മളങ്ങനെ മാറി ഇരുന്ന് പരിശീലിച്ച ഒരാളാണെങ്കിൽ ആൾക്കൂട്ടത്ത് പോയിരുന്നാലും ഇവിടെ ഇരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഇതൊക്കെ ഡിസ്റ്റർബ്ഡ് ആവോ കാര്യങ്ങൾ ചെയ്യാൻ, ഒരു കുഴപ്പമില്ല, എവിടെ പോയിരുന്നാലും ഐ ആം ഓക്കെ എന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള പരിശീലനമാക്കിയിട്ട് അത് മാറ്റണം. അപ്പോൾ വ്രതം എടുക്കുന്ന സമയത്ത് നമ്മൾ അടങ്ങി ഒതുങ്ങി എല്ലാ കോലാഹലങ്ങളിലും മാറി നിന്ന് ഉൾവലിഞ്ഞ് നമ്മൾ സോളിറ്റ്യൂഡിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ട് വ്രതം അവസാനിക്കുന്നതോടുകൂടി വീണ്ടും നമ്മൾ ആക്റ്റീവായിട്ട് നിത്യജീവിതത്തിലേക്ക് കടന്നു വരാണ്. അപ്പോൾ അവിടെ കുറേ നോയ്സുകൾ ഉണ്ടായിരിക്കും, അവിടെ കുറേ വോയിസുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി കാണുമ്പോഴത്തേക്ക് ഒന്നുകിൽ അതൊക്കെ നമ്മളെ സ്വാധീനിച്ച് നമ്മൾ നേടിയെടുത്തിട്ടുള്ള വ്രതശുദ്ധി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു ആഴം, ആ വ്യാപ്തി, ആ ഒരു ഫീലൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്രതം കൊണ്ട് നമുക്ക് കവചം കിട്ടിയിട്ടില്ല. അറിയാലോ, വ്രതം അല്ലെങ്കിൽ സൗം എന്നൊക്കെ പറയുമ്പോൾ കവചം എന്ന് കൂടി നമ്മളതിന് പറയാറുണ്ട്, പരീജ എന്നൊക്കെ പറയാറുണ്ട്. ആ പരീജ കിട്ടാത്തത് കൊണ്ടാണ്, ആ കവചം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ വീണ്ടും ഡേ ടു ഡേ ലൈഫിലേക്ക് പോകുമ്പോഴേക്ക് പലപ്പോഴും അത് ചോർന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനുള്ള പരിശ്രമവും പരിശീലനവും ഒക്കെ ആയിരിക്കണം സോളിറ്റ്യൂഡ് എന്നത്. പല ഘട്ടത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ GC കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ പോലും ടൂളുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എവിടെയോ നമ്മുടെ സോളിറ്റ്യൂഡ് കീപ്പ് ചെയ്തിട്ടാണോ നമ്മളത് ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട്. നമ്മളോടൊപ്പം നമ്മൾ ഒന്നുകൂടി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും എന്നെക്കുറിച്ചുള്ള ഓർമ്മ മറന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ആ സോളിറ്റ്യൂഡ് കണക്ട് ചെയ്യാതെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോളില്ലാത്ത കർമ്മമായിട്ട് മാറുമ്പോൾ മേ ബി ആ ചെയ്യുന്നതിൻ്റെ ചില ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കിട്ടുമെങ്കിൽ കൂടി ലോങ് ടേം റണ്ണിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയല്, അംഗശുദ്ധി വരുത്തിയിട്ട് ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തന്നെ നമുക്ക് അംഗശുദ്ധി നമ്മുടെ നിത്യജീവിതത്തിലേക്ക് മനഃശുദ്ധി വരുത്തുന്നത് പോലെ വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളോടൊപ്പം തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാനാകും പോകുന്നത്, പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം വേറെ കുറേ ആൾക്കാരുണ്ടായിരിക്കും. അതാരാണ്? നമ്മൾ കാണാത്ത കുറച്ച് ആൾക്കാർ. അവരെവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. അതെങ്ങനെയാണ്? ഞാൻ ആ കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ വ്യക്തമായിട്ട് ഒരു ബിസിനസ്സിൻ്റെ പദ്ധതി ആവിഷ്കരിച്ച് ഇന്ന് സ്റ്റെപ്പ് നമ്പർ 1 ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഞാനായിട്ടിരുന്ന് പ്ലാൻ ചെയ്ത് സെറ്റാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോണേ, ഞാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവാണ്, എവിടെയാണ് പോണേ, ഇന്നോടത്താണ് പോണേ. അപ്പോൾ അവൻ്റെ വക 2-3 അഭിപ്രായങ്ങളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പരിപൂർണമായിട്ടും എന്നിൽ നിന്ന് എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം ഓൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ പോണ സമയത്ത് 50% എൻ്റെ അഭിപ്രായം, 50% ഓൻ്റെ അനുഭവം, ഓൻ്റെ അഭിപ്രായം അതുകൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ പോണത്. അപ്പോൾ എൻ്റെ സോളിറ്റ്യൂഡിലല്ല ഞാനത് ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഐഡിയകളൊക്കെ സ്വീകരിക്കണം, പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്യണം. സ്വീകരിക്കേണ്ട എന്നുള്ളതല്ല, സോളിറ്റ്യൂഡിലൂടെ നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപാടിൽ നിന്നുള്ളതൊക്കെ എടുക്കും. എല്ലാം എടുക്കുമ്പം നമ്മൾ അകത്ത് വെച്ചിട്ടൊരു ഫിൽറ്ററിലൂടെ പോകുന്നുണ്ട്. ആ ഫിൽറ്റർ നമ്മുടെ ഈ കവചം നശിപ്പിക്കാത്ത, നമ്മളെ നഷ്ടപ്പെടുത്താത്ത രീതിയിലേക്ക്, നമ്മളെ നഷ്ടപ്പെടുത്താത്ത രീതിയിലേക്ക് അതിനങ്ങനെ റിഫൈൻ ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊരു ഇൻറ്റേർണൽ പ്രോസസ്സ് കൂടി കഴിഞ്ഞിട്ടേ നമ്മളതിൽ വർക്ക് ചെയ്യുള്ളൂ. വേറെ ചില ആൾക്കാരുണ്ട് പറഞ്ഞത് അതുപോലെ അങ്ങ് ചെയ്യുന്നു, വേറെ ഒന്നുമില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് എനിക്കൊരു മാറ്റം ഉണ്ടല്ലോ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ഏത് കാര്യവും നമ്മുടേതായ ശൈലിയിലേക്ക് കൊണ്ടുവരുമ്പം നമുക്ക് നമ്മൾ എന്നൊരു തലം കൂടി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും GCയിലൊക്കെ പറയൽ,
നമുക്ക് നല്ലൊരു ഗൈഡൻസ് സ്വീകരിക്കുക, നല്ലൊരു ഉപദേശം സ്വീകരിക്കുക, നല്ലൊരു ഗൈഡൻസ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ച് നമ്മളതിൽ പ്രവർത്തിക്കുമ്പോഴേക്ക് നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റണം. അല്ലാണ്ട് ഗൈഡൻസ് തന്ന ആളെ മാത്രം ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക, നിങ്ങളെൻ്റെ കൺസൾട്ടൻ്റാണ്, നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ അതുപോലെ ചെയ്യുക എന്നതിനപ്പുറത്തേക്കും ആ പറയുന്ന ആളിൽ നിന്നും സ്വീകരിച്ച കാര്യങ്ങളിൽ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് റിസൾട്ടും കിട്ടണം, അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളെയും കിട്ടണം. റിസൾട്ട് മാത്രമല്ല കിട്ടേണ്ടത്, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളെന്ന നമ്മുടെ സെൽഫിനെ കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റണം. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള റിച്വൽസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് പറയേണ്ടതില്ലല്ലോ. എത്തുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമെങ്കിലും നമ്മളോട് ഒപ്പം ഇരിക്കുന്ന, ഇതിന് മുന്നേ ഞാൻ ഇതിനെപ്പറ്റിയൊരു സെഷൻ കുറേ മുന്നേ ഗൈഡ് ടോക്കിൽ എടുത്താണ്, പക്ഷെ എത്ര ഡീറ്റെയിൽ ചെയ്ത് എടുത്തിട്ടില്ല എന്നുള്ളത്, സോളിറ്റ്യൂഡിനെ പറ്റിയിട്ടൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളോടൊപ്പം ഇരിക്കുന്ന കുറച്ച് സമയങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ GT അങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളോടൊപ്പമാണ് ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാരുടെ മനസ്സിൽ ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി എന്ന രീതിയിലിരിക്കുമ്പോൾ നിങ്ങൾ ആ പ്രശ്നത്തോടൊപ്പം ഇരിക്കേണ്ടത്, നിങ്ങളോടൊപ്പം ഇരിക്കുന്നത്. പല അപ്രോച്ചുകളുണ്ട് പ്രോബ്ലം സോൾവിങ്ങിന്. അതിലൊരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തെ തൊടാതെ പ്രോബ്ലം ഫിക്സ് ചെയ്യുന്ന ആളെ തൊടുക എന്നുള്ളതാണ്. ഒരു മെത്തേഡ് പ്രോബ്ലത്തെ നേരിട്ട് പോയി ഫിക്സ് ചെയ്തെടുക്കുന്നതാണ്. മറ്റൊന്ന് ആരാണോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ആ ആളെ തൊടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോച്ചിങ് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് കോച്ചിങ് എന്ന പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പം പ്രോബ്ലം അല്ല നോക്കുന്നത്, പ്രോബ്ലത്തിലല്ല നമ്മൾ പോയിട്ട് നോക്കുന്നത്, പ്രോബ്ലത്തെ അവിടെ വെക്കുന്നു. പ്രോബ്ലം അഡ്രസ്സ് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മളെ സഹായിക്കുക. എന്നാൽ കോച്ചിങ് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പം പ്രോബ്ലം നേരിടുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ പേഴ്സൺ, ആ സെൽഫിനെ എംപവർ ചെയ്യാം, ആ സെൽഫിനെ എങ്ങനെ നമുക്ക് എലവേറ്റ് ചെയ്ത് കൊണ്ടുവരാം, ആ സെൽഫിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പം ഇഫ് യു ആസ്ക് മീ ക്യാൻ യു സോൾവ് മൈ പ്രോബ്ലം, ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഐ കനോട്ട് സോൾവ് യുവർ പ്രോബ്ലം, ഐ ക്യാൻ help yourself to be in a state where you can solve your problem by yourself. നിങ്ങളുടെ പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്ത് തരാൻ പറ്റില്ല, പക്ഷേ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥയിലേക്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പോയിട്ട് വർക്ക് ചെയ്ത് സോൾവ് ചെയ്യണം. പക്ഷെ പല ആൾക്കാർക്കും വരുന്നത് മടിയന്മാരായതുകൊണ്ട്, സെൽഫിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്, സെൽഫിനെ പരിഗണിക്കാനേ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതങ്ങ് സോൾവ് ചെയ്ത് തന്നേക്കണേ എന്ന് കരുതിയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കാം. അപ്പം അവിടെയാണ് വ്യത്യാസം. ഇപ്പോൾ ഒരാളടുത്ത് പോയിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്, കുറച്ച് ഭക്ഷണം തരുമെന്ന് ചോദിച്ചാൽ തരാമല്ലോ, പ്രശ്നം എന്താ, വിശപ്പ്, എന്താ പരിഹാരം, ഭക്ഷണം, ഞാൻ തന്നിരിക്കുന്നു, കഴിച്ചോ, വിശപ്പ് മാറിയോ, മാറി, താങ്ക് യു സോ മച്ച്, നിങ്ങൾ എൻ്റെ പ്രശ്നം സോൾവ് ചെയ്തു. നാളെ വീണ്ടും വന്നിട്ട് വിശക്കുന്നു, ഭക്ഷണം തരാമല്ലോ, നിങ്ങൾ എൻ്റെ പ്രശ്നം സോൾവ് ചെയ്തു. അപ്പോൾ ആരാ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്തത്? ആ മനുഷ്യനാണ് എൻ്റെ പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മെത്തേഡാണ്. വീണ്ടും എന്താ നിങ്ങളുടെ പ്രശ്നം? എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പാണ്, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എങ്ങനെ ഭക്ഷണം കണ്ടെത്താം, എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാം, ഭക്ഷണം ഞാൻ തരുന്നില്ല, ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാം എന്ന ജ്ഞാനം നിനക്ക് തന്നു കഴിഞ്ഞാൽ ഭക്ഷണം കണ്ടെത്താനുള്ളയും ഉണ്ടാക്കാനുള്ളയും ജ്ഞാനം നിനക്ക് കിട്ടിക്കഴിഞ്ഞു. നീ ആ സ്വമേധയാ കണ്ടെത്താനുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ നീ തന്നെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, നീ തന്നെ പോയിട്ട് ഭക്ഷണം കണ്ടെത്തിയിട്ട് നീ കഴിച്ചോളൂ. ഇതാണ് കോച്ചിങ് പെർസ്പെക്റ്റീവ്. പക്ഷേ ഇവിടെ ഈ സോളിറ്റ്യൂഡ് എന്ന മൊമെൻറ്റുകൾ നമുക്കതിന് അത്യാവശ്യമാണ്. ഒരാൾക്ക് അവനവൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവനൊരിക്കലും അത്തരത്തിലുള്ള പരിഹാരങ്ങളെ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് കടമുണ്ട്, അയാളുടെ ആദ്യ ചിന്ത എന്താ, എനിക്ക് എവിടെയെങ്കിലും കുറച്ച് പൈസ ഇട്ടിട്ട് സോൾവ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർക്ക് സോളിറ്റ്യൂഡ് തീരെ പറ്റൂല എന്നുള്ളതാണ്. സോളിറ്റ്യൂഡ് പറ്റുന്ന ആൾക്കാർ കടമുണ്ട്, താൽക്കാലികമായിട്ട് മറ്റുള്ളവരോട് റോൾ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോഴും സ്വമേധയാ എങ്ങനെ അത് കണ്ടെത്താൻ, ഞാൻ എന്ത് ചെയ്യണമെന്നതിനെ പറ്റി അവർ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരെ ബിസിനസ് മാറ്റണമോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും തുടങ്ങണമോ, അല്ലെങ്കിൽ ഇവർ പുതിയ സ്കിൽ എന്തെങ്കിലും എക്വയർ ചെയ്യണമോ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരും. ഈ നമ്മളോടൊപ്പം കുറച്ച് സമയം ഇരിക്കുക എന്നതിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത്ഭുതപ്പെട്ടു. കാരണം നമ്മളങ്ങനെ ഇരുന്ന് വരുമ്പോഴേക്ക് നമുക്ക് നമ്മളെ എംപവർ ചെയ്യാനുള്ള കുറേ രഹസ്യങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് ഇങ്ങനെ കിട്ടും. അത് പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇരിക്കലാകരുത്, നമ്മൾക്ക് വേണ്ടി നമ്മളോടൊപ്പം തന്നെ ഇരിക്കുന്നതാവണം. ഞാൻ വെറുതെ എൻ്റെ കൂടെ ഒന്ന് അക്കമ്പനി ചെയ്യണം, ഐ എം റെഡി ടു അക്കമ്പനി മൈസെൽഫ് എന്ന രീതിയിൽ ഇരിക്കലാകണം എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറയും ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ സോളിറ്റ്യൂഡിലല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ? രണ്ടും രണ്ടാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് തന്നെ പറയുമ്പോൾ നിങ്ങളുടെ പൊസഷൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നുമല്ലാത്ത, ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത, ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത പ്യുവർ സോളായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ആരാധനകളുടെ ആഴം വരുന്നത്. അപ്പം ഇത് നിന്റെ നേട്ടത്തിനോ നിന്റെ ആഗ്രഹങ്ങൾക്കോ നിന്റെ സുഖ സൗകര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയിട്ടല്ലാതെ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് നിനക്കും നിന്റെ തമ്പുരാനും ഉള്ളതായിട്ട് മാറുന്നത്, അവനും കൂടി വേണ്ടിയിട്ടായിട്ട് മാറുന്നത്. അപ്പോൾ വീണ്ടും പറയാറുണ്ട്, ഇതെന്തിനാ ചെയ്യണത്, ഇത് ദൈവത്തിന് വേണ്ടിയിട്ട്, പഠിച്ചോനിക്ക് വേണ്ടിയിട്ട്, തമ്പുരാന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാണ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പഠിച്ചോനിക്ക് ആവശ്യമുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചോന് എന്തെങ്കിലും ഡിഗ്രി കൂടോ? ഇതില്ലെങ്കിൽ കുറയോ? ഒന്നും കുറയാനില്ല. അപ്പോൾ പഠിച്ചോനിക്ക് വേണ്ടിയിട്ടല്ല, അത് നിനക്ക് തന്നെ വേണ്ടിയിട്ടാകുന്ന ഘട്ടത്തിൽ നീ ചെയ്യുമ്പേ അത് പഠിച്ചോനിക്ക് ഇഷ്ടമുള്ളതാവുള്ളൂ. അപ്പോൾ ദൈവം തമ്പുരാൻ പഠിച്ചോൻ പറയുന്നത്, നീ നിനക്ക് കൂടി വേണ്ട ഘട്ടത്തിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് കൂടി വേണം. കാരണം നിനക്ക് വേണ്ടതൊക്കെ എനിക്കും വേണം, നിനക്ക് വേണ്ടാത്തതൊന്നും എനിക്കും വേണ്ട. അപ്പം നിനക്ക് ഈ പൊസഷൻസ് അല്ലാത്ത, അറ്റാച്ച്മെൻ്റ് അല്ലാത്ത, ഡിസയറിൽ നിന്നും ഈഗോയിൽ നിന്നും ഒന്നും അല്ലാതെ നീ നിനക്കായിട്ട് തിരഞ്ഞെടുക്കുന്നതൊക്കെ അത് എനിക്ക് കൂടി ഉള്ളതായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് നിനക്ക് വേണ്ടാത്ത എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന നിസ്കാരം, നിനക്ക് വേണ്ടാത്ത എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പാരായണങ്ങൾ, ഇത് അവനും ആവശ്യമില്ല എന്നുള്ളതാണ്. അതിൽ നിന്റെ സോളില്ല. ഞാൻ നിന്നെ ആണ് ആഗ്രഹിക്കുന്നത്, നിന്റെ സാമീപ്യമാണ് ആഗ്രഹിക്കുന്നത്, നീ എന്നിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നീ ഇല്ലാതെ, സോളിറ്റ്യൂഡ് ഇല്ലാതെ, ചെയ്യണമല്ലോ എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവത്തിന് വേണ്ടി ചെയ്യണമല്ലോ, ചെയ്യേണ്ടതാണല്ലോ എന്ന് കടമയായിട്ടും കടപ്പാടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും, അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ തരും. അപ്പോഴും അവൻ ആഗ്രഹിക്കുന്നത് അവനവനോടൊപ്പം ഇരുന്നിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. അവിടെയാണ് ദൈവ സാമീപ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. ഇതാണ് സോളിറ്റ്യൂഡിൻ്റെ ബ്യൂട്ടി. സോ വൺസ് യു അക്കമ്പനി യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം അക്കമ്പനി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ കമ്പനി കൂടി കിട്ടാൻ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പഠിച്ചവൻ്റെ സാന്നിധ്യം കൂടി അനുഭവിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് സെക്ലൂഷനും സോളിറ്റ്യൂഡും ഒക്കെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഒരാളുടെ ഈഗോയിൽ നിന്നും സംഭവിക്കുന്ന ചില സെക്ലൂഷൻ സോളിറ്റ്യൂഡ് മൊമെൻറ്റുകളുണ്ട്. അവർ എല്ലാത്തുനിന്നും ഇങ്ങനെ മാറിയിരിക്കുക. പക്ഷെ മാറിയിരിക്കാനുള്ള പ്രധാന കാരണം നാട്ടുകാരോടുള്ള പരാതിയാണ്. ഇവരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, ആര് തന്നെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ പഠിച്ചവനെ എന്നെ ഒറ്റപ്പെടുത്തൂല എന്ന് കരുതിയിട്ട് മാറിയിരിക്കുക. ആ പ്രതിഷേധത്തിലാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രതിഷേധത്തിലിരിക്കുമ്പം ഭൂമിയിലുള്ള കുറേ ആൾക്കാരെ പറ്റിയിട്ട് അവരങ്ങനെയാണ്, അവരെന്നെ ബുദ്ധിമുട്ടിച്ചു, അവരെന്നെ ഇങ്ങനെ ആക്കി എന്നുള്ള കുറേ പരാതിയുടെ സ്വരത്തിലിരുന്നിട്ട് അവരെയും നമ്മളെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ്റെ മുന്നിൽ പോയിട്ട് എനിക്ക് നീ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, എന്നാൽ എൻ്റെ കാരുണ്യമാകുന്ന സാമീപ്യം നിനക്ക് കിട്ടും എന്ന് പറയുമ്പോൾ അതെന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാൽ നീ തൽക്കാലം അവിടെ പറ്റി പിടിച്ച് അങ്ങനെ ഇരുന്നോ, വേറൊന്നും കിട്ടേണ്ടതായിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പം അങ്ങനെയല്ല. അപ്പം പല ആളുകളും അത്തരത്തിലുള്ള ദേഷ്യഭാവത്തോട് കൂടിയിട്ട്, അരിശ ഭാവത്തോട് കൂടിയിട്ട്, പരാതി ഭാവത്തോട് കൂടിയിട്ട് കടത്തുന്നവരാണ്. അതിൽ നിന്നും നമ്മൾ ആ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വൈകാരികമായ അവസ്ഥയാണ്. അവിടെ ഒന്നും വിവേകം വരുന്നില്ല. ഇന്നലെ റൂമിനേറ്റ് മുഴുവനും ഞാനിതാ സംസാരിച്ചത്. അതൊക്കെ വൈകാരിക തലത്തിൽ നമ്മൾ ഇടപെടലാണ്. വൈകാരിക തലത്തിൻ്റെയും അപ്പുറത്തേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും ദേഷ്യത്തിനും വെറുപ്പിനും അരിശത്തിനുമൊക്കെ അപ്പുറത്തുള്ള ഒരു അവസ്ഥയിൽ വിവേകത്തിൽ, ജ്ഞാനത്തിൽ, വെളിച്ചത്തിൽ ഇരിക്കുമ്പോഴാണ് അങ്ങനെ അരിശം ഉണ്ടാക്കി തന്നവരും ബുദ്ധിമുട്ടുണ്ടാക്കിയവരോടൊക്കെ നന്ദിയോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് ആ ഭാവത്തോടു കൂടി പോയിട്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പ്രവാചകന്മാർക്കൊക്കെ ദൈവസാമീപ്യം കിട്ടത് അവർ ഇറങ്ങി വന്ന നാട്ടിലുള്ള മനുഷ്യന്മാർ കല്ലെറിഞ്ഞപ്പോഴും ചീത്ത വിളിച്ചപ്പോഴും തെറി വിളിച്ചപ്പോഴൊക്കെ ആ പരാതിയോടുകൂടി ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ടിരുന്നപ്പോഴാണ്. ഞാൻ ഭയങ്കര ഇവരൊക്കെ എന്നെ ബുദ്ധിമുട്ടിച്ച്, ഇവരൊക്കെ എന്നെ പ്രയാസത്തിലാക്കി എന്ന് പറയുന്നപ്പോഴാണ്. അല്ല, അവരെ ഓൾറെഡി ഈ കവചം തീർക്കപ്പെട്ടവരാണ്. അവരെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ഹൃദയത്തിന് അത്രയും വിശാലത തമ്പുരാൻ കൊടുത്തിരിക്കുന്നു. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഹൃദയ വിശാലതയാണ്. അപ്പോൾ ആ ഹൃദയ വിശാലത എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ആളുകൾ വന്ന് ആക്രമിച്ചാലും ചീത്ത വിളിച്ചാലും പോലും അതൊന്നും ഹൃദയത്തിലേക്ക് കയറാതെ മൗനവ്രതമാകുന്ന, ധ്യാനമാകുന്ന മുഴുകിയ അവസ്ഥയിലേക്ക് അവരെ സ്നേഹത്തോടു കൂടി നോക്കിയിട്ട് അവരിങ്ങനെ ഒറ്റപ്പെടുത്തി ഭ്രഷ്ട് കൽപ്പിച്ച് ഊരി വിലക്കിയാൽ പോലും അവരിങ്ങനെ തനിച്ചിരിക്കുമ്പം അവരോടൊന്നും പരാതിയില്ല. കാരണം നിങ്ങൾ ഊരി വിലക്കിയാലും ഇല്ലെങ്കിലും വിലക്കപ്പെടാത്ത ഒരിടം എനിക്കുണ്ട്. അവിടെ ഞാൻ സേഫാണ്, അവിടെ ഞാൻ വളരെ കണക്റ്റഡ് ആണെന്ന് പറയുമ്പം ഇവിടെ ഊരിൽ അനുഗ്രഹം കിട്ടിയാലും ആദരവ് കിട്ടിയാലും അംഗീകാരം കിട്ടിയാലും വിലക്കൽ കിട്ടിയാലും രണ്ടും ഓക്കെയാണ് എന്ന അവസ്ഥ. ദാറ്റ് ഈസ് സോളിറ്റ്യൂഡ്. അതിലായതുകൊണ്ടാണ് അവരുടെ സോളിറ്റ്യൂഡ് ആയത്. എന്നാൽ നമ്മൾ പല ആൾക്കാരുടെയും സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് മുറിയുന്നു, വേദനിക്കുന്നു, മുറിഞ്ഞ മുറിവുമായി നമ്മൾ ഇങ്ങനെ പോയിട്ട് ഒരു അറയിലിരുന്ന് അല്ലെങ്കിൽ ഒരു മുറിയിലിരുന്നിട്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതിങ്ങനെ പറഞ്ഞ് കരഞ്ഞ് പരിഹാരം മാത്രം വരുന്നില്ല, പക്ഷെ ആശ്വാസം ഇങ്ങനെ കിട്ടുന്നില്ല. കാരണം ആ മുറിവൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടമൊക്കെ കഴിഞ്ഞാലാണ് വികാരമൊക്കെ തീർന്നു, വൈകാരിക തലമൊക്കെ തീർന്നു. അപ്പോഴാണ് വെളിച്ചം വരാം, ജ്ഞാനം വരാം.
വെളിച്ചം വരുമ്പോൾ, ജ്ഞാനം വരുമ്പം നമ്മൾ എന്തിനാണോ പരാതി പറഞ്ഞത്, നമ്മൾ ആരാണോ കുറ്റക്കാരായി കണ്ടത്, ഓരോടൊക്കെ സ്നേഹം, ഓരോടൊക്കെ നന്ദി, ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. ഇതാണ് അവിടെ നിന്നാണ് ട്രൂ സോളിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ട്രൂ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണത്, ട്രൂ മൈൻഡ്ഫുൾനെസ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് വിവേകത്തിലാണ്, ഇത് വികാരത്തിലല്ല സംഭവിക്കുന്നത്, ഇത് വിവേക തലത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവം അറിവാണ്, പ്രകാശമാണ്, ജ്ഞാനമാണ് എന്നൊക്കെ പറയുമ്പോൾ, ജ്ഞാനം എന്നത് വൈകാരികമല്ല, അറിവ് എന്നത് ഒരിക്കലും വൈകാരികമല്ല. അറിവ് എന്നത് വിസ്ഡം എന്ന് പറയുമ്പോൾ തന്നെ അതിന് വിവേകം എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അറിവിനെ വൈകാരികമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം നല്ല ഒരു വിവേകത്തിൽ ഉപയോഗിച്ചാൽ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന അറിവോ പ്രാർത്ഥനയോ ആയിരിക്കും അത്. പക്ഷെ അതിന് ഒരുപാട് വൈകാരികമായിട്ടുള്ള കംപ്ലൈൻറ്റുകളും വൈകാരികമായിട്ടുള്ള പരാതികളും അങ്ങനത്തെ കുറേ സംഭവങ്ങളുടെ സാധനങ്ങളിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുമ്പോഴേക്ക് നമുക്കതിൻ്റെ സോളും അതിൻ്റെ കോറും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം വ്രതശുദ്ധി സംഭവിക്കുക എന്ന് പറയുമ്പം ഇന്നലെ ഞാൻ റൂമി നൈറ്റിൽ പറഞ്ഞതുപോലെ നമ്മൾക്കുള്ളിലെ വിവേകത്തിൻ്റെ തലം ഉണർത്തുക എന്നത് കൂടിയുണ്ട്. അപ്പോൾ ഒരാൾക്ക് എവിടുന്നാണ് അത്തരം വിവേകം കിട്ടുന്നത്, ജ്ഞാനം കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും അന്തർജ്ഞാനമുണ്ട്, ഇൻറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ മനുഷ്യന്മാരുടെ ആത്മാവിൻ്റെ ഉള്ളിലും ആത്മജ്ഞാനമുണ്ട്. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ദ വിസ്ഡം ഓഫ് ദ സോൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ വിസ്ഡം ഓഫ് ദ സോൾ കണ്ടെത്തിയവർ മുഴുവനും സൈലൻസിലൂടെ, മൗനത്തിലൂടെ, ഫാസ്റ്റിങ്ങിലൂടെ, വ്രതത്തിലൂടെ, അത്തരത്തിലുള്ള മാറിയിരിക്കുന്ന സോളിറ്റ്യൂഡിലൂടെ ഒക്കെയാണ് അവരത് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ആരെങ്കിലും അത് കണ്ടെത്താൻ സമയമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സോളിറ്റ്യൂഡ് മൊമെൻറ്റിലൂടെ പോകും. പക്ഷേ ഈ പോകുന്ന മൊമെൻറ്റുകൾ കഠിനമാകണോ എളുപ്പമാകണോ എന്ന് തീരുമാനിക്കുന്നത് ആ മൊമെൻറ്റുകൾ നിങ്ങൾ എലോൺനെസ് എന്ന ഫീലിങ്ങിലൂടെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോയി എന്നുള്ള പരാതിയുടെ ഫീലിങ്ങിലൂടെയോ, അല്ലെങ്കിൽ സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്ന രീതിയിലൂടെയോ. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർക്ക് പൊടുന്നേരം ഒരു ആക്സിഡൻറ്റ് വരുന്നു, കുറച്ച് ഒരു മാസമൊക്കെ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറയുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങുക. അപ്പോൾ അവർക്ക് ഈ ആക്സിഡൻറ്റ് എന്ന സന്തോഷമാണ്, കാരണം ഞാൻ തന്നെ കുറച്ചായിട്ട് ആഗ്രഹിക്കുന്നത് റെസ്റ്റ് എടുക്കണം എന്ന്, അപ്പോൾ അത് വന്നുകൊണ്ട് കുറച്ച് റെസ്റ്റ് കിട്ടി, അത് നന്നായി എന്ന് പറയുമ്പം അവർ ഓൾറെഡി സോളിറ്റ്യൂഡ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ പോലെ, ഒരു ലോ ഓഫ് അട്രാക്ഷൻ പോലെ വീണ് കിട്ടിയതാണ് ആ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമായിട്ട് ആ ജോബ് ഒരു 3 ആഴ്ച ഓഫീസിൽ വരണ്ട കേട്ടോ എന്ന് പറയുമ്പം ചിലർക്ക് ഞാൻ ഒറ്റപ്പെട്ട് പോയി എന്നുള്ള ചിന്ത, വേറെ ചില ആൾക്കാർക്ക് ഞാൻ ഓൾറെഡി കുറച്ച് സമയം ഒന്ന് എനിക്ക് മാറ്റി വെക്കണം എന്ന് കരുതിയിരിക്കുകയാണ്, ഇപ്പോൾ അത് ഏതായാലും ഒത്തു വന്നു, ഇങ്ങനെ വന്നു. ഇത് രണ്ട് ഭാവങ്ങളാണ്. ആ ടോണാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ്. ദിസ് ഈസ് ഓപ്ഷണൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സോളിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ എന്ത് വരുമ്പോഴും നമുക്കത് സോളിറ്റ്യൂഡിനുള്ള ഒരു അവസരമായിട്ടാണ് കാണാമെന്നുള്ളതാണ്. അതിന് തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒറ്റപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ കൂടുതലായിട്ട് വരില്ല. കാരണം അവരത് വിളിച്ചു വരുത്തേണ്ട, അവർ ഓൾറെഡി കൂട്ടത്തിലാണെങ്കിലും ഒറ്റക്കായിട്ടിരിക്കാൻ, ഒരാളായിട്ടിരിക്കാൻ, ഒന്നിലായിട്ടിരിക്കാൻ എപ്പോഴും ഞാൻ സജ്ജമാണ് എന്ന രീതിയിലായിട്ടിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ദൈവവിളി എന്നോണം ചില പരിശീലനത്തിനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പം അവർക്ക് എപ്പം കോൾ വന്നാൽ അപ്പം മിലിറ്ററി പോകാൻ ഒരു റെഡിയാണ്. നാട്ടിൽ അവർക്ക് അറിയാം കുറച്ച് സമയം നിൽക്കാൻ പറ്റുള്ളൂ, എപ്പം യുദ്ധത്തിന് വിളിച്ചാലും പോകാൻ ഞാൻ റെഡിയാണ്, റെഡി ആയിട്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കാര്യത്തിൽ സംശയമില്ല. അവർ എപ്പോഴും റെഡി ആയിട്ടുള്ള സോൾജിയേഴ്സ് ആയതുകൊണ്ട്, വാരിയേഴ്സ് ആയതുകൊണ്ട് അവരെ പിന്നെ കൂടുതൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. അത്യാവശ്യമായിട്ടുള്ളതിലേക്ക് മാത്രം വിളിക്കുള്ളൂ. വേറെ കുറേ ആൾക്കാരുണ്ട് ഇവരെ കാര്യത്തിൽ സംശയം, കാരണം അവൻ ആ ഒരു മിലിറ്ററിയുടെ സിസ്റ്റം അങ്ങ് കിട്ടിയിട്ടില്ല, ഉള്ളിൽ കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ പരിശീലനം കുറച്ചുകൂടിയാണ്. അപ്പോൾ അവനൊന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും വിളിക്കും ആ യുദ്ധത്തിന്. ഇതെന്താ തീരാത്ത യുദ്ധം? കാരണം നിൻ്റെ ഉള്ളിലെ സംശയം, നിൻ്റെ ഉള്ളിലെ കൺഫ്യൂഷൻ, നിൻ്റെ ഉള്ളിൽ നിന്നോടൊപ്പം ഇരുന്ന് പരിശീലിക്കാനുള്ള, ഒറ്റക്കായിട്ട് നിലനിൽക്കാനുള്ളതിൻ്റെ സ്ട്രെങ്ത്ത്, ഇൻഡിപെൻഡൻസിയിലേക്കുള്ള നിൻ്റെ സ്ട്രെങ്ത്ത് അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് പരിപോഷിപ്പിക്കാനും പരിശീലിക്കാനും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടുന്ന, യുദ്ധത്തിന് സമാനമായിട്ടുള്ള, പോരാട്ടത്തിന് സമാനമായിട്ടുള്ള വിളികളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു പരിധി വരെ ഫ്രീഡം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുക. ഇൻ ദ സെൻസ് നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുക, ജിഹാദുൽ അക്ബർ, ജിഹാദുൽ നഫ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഇരുന്ന് പരിശീലിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി അതിലാക്കാം. വേറൊരാൾ വന്ന് യുദ്ധത്തിൽ നിൽക്കും, ഞാൻ തന്നെ ഓൾറെഡി. ഇപ്പം എക്സാമ്പിൾ ചോദിച്ചാൽ ഞാൻ തന്നെ മരിക്കാൻ തയ്യാറായിട്ടിരിക്കുക, അപ്പോൾ ഒരാൾ ഞാൻ നിന്നെ കൊല്ലുമടാന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, കാരണം ഓൾറെഡി ഞാൻ എന്നെ കൊല്ലാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ അവൻ്റെ വാക്കിന് ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്കായി പോകുന്നത് പോലെ നിന്നെ ഞങ്ങൾ ഒറ്റപ്പെടുത്തി കളയും, ഞാൻ ഓൾറെഡി ഒറ്റക്കായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, കുറച്ചുകൂടി ഒറ്റപ്പെടുത്താനേ കുറച്ച് സമാധാനമായിരുന്നു, ഒന്നുകൂടി പറ്റിയും കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഒറ്റപ്പെടുത്തിക്കോളൂ എന്ന് പറയുന്ന സമയത്താണ് ആക്സെപ്റ്റൻസ്, ഞാൻ പറയുന്നത് സറണ്ടറൻസ്. അതാണ്
അടിമത്വത്തിൻ്റെ സ്നേഹഭാവം എന്ന് പറയുന്ന സറണ്ടറൻസിൻ്റെ സോളിറ്റ്യൂഡിൻ്റെ നേച്ചർ. സറണ്ടറൻസിനെ സോളിറ്റ്യൂഡിലേക്ക് കണക്ട് ചെയ്ത് പറയുമ്പം ഇപ്പോൾ തല്ലിക്കോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ എന്ന് പറഞ്ഞ പോലെ അഞ്ഞുണ്ടെങ്കിൽ കുറച്ചുകൂടി പോന്നിട്ട് ഒരു കുഴപ്പമില്ല, ഞാനതിലിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു തലമുണ്ടെന്നുള്ളതാണ്. അവിടെ പരാതിയും പരിഭവമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്രതശുദ്ധി കൂടി നമുക്ക് കൈവരിക്കാൻ പറ്റണമെന്നില്ല. അത് ആന്തരിക ശുദ്ധിയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണത്തിൽ നിന്ന് അടക്കം പ്രാപിച്ചു, ഞാൻ എൻ്റെ കണ്ണിനെ സൂക്ഷിച്ചു, ഞാൻ എൻ്റെ സമയത്തെ നോക്കി, ഇത് നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത് അൾട്ടിമേറ്റ്ലി നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് കവചം തീർത്ത അവസ്ഥയിലേക്കാണ്. ദാറ്റ് മീൻസ് ഈ കവചം കൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ആന്തരിക ധ്യാനത്തിന് ഒരു കോട്ടവും സംഭവിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ആ അവസ്ഥയെ നിലനിർത്താൻ അപ്പം ഓരോ ആഴ്ചയും നിങ്ങളിങ്ങനെ ഗൈഡ് ടോക്കിൽ വന്നു പോകുമ്പം ഇതിനൊന്ന് പൊടി തട്ടി ഇങ്ങനെ എടുത്തിട്ട് അതിനെ മിനുക്കിയിട്ട് ഇങ്ങനെ അവസ്ഥ ഇങ്ങനെ ആക്കി പോകുന്നത് കൊണ്ടാണ് ഗൈഡ് ടോക്ക് ഒരു 3 ആഴ്ച ഇല്ലാണ്ട് പോകുന്ന ലൈഫും എല്ലാ ആഴ്ചകളും ജസ്റ്റ് GTയിൽ ഇരുന്നിട്ട് പോകുന്ന ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കവചം ഇങ്ങനെ പൊടി ഇത് കാണുന്ന സാധനമല്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ എനിക്കൊന്നും ആരോ ചാറ്റിലിട്ട് കണ്ടു വീട്ടിലേക്ക് തിരിച്ചു വന്നതുപോലെയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ആ കവചം അങ്ങ് തിരിച്ച് കിട്ടണമെന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾക്കൊക്കെ അത്രക്കും അത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് GT ഇങ്ങനെ സെഷൻസ് ആയിട്ട് വീണ്ടും വീണ്ടും പോകണമെന്നില്ല. ഞാൻ ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ധ്യാനമുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ നിങ്ങളൊരു ധ്യാനത്തിലാണ്. നിങ്ങളിങ്ങനെ നിങ്ങളോടൊപ്പം അക്കമ്പനി ചെയ്തിട്ട് നിങ്ങൾ കണ്ണ് തുറന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുകിയിട്ട് നിങ്ങൾ ഇരുന്ന് ആ ധ്യാനത്തിലാണ്. ആ ധ്യാനം നിങ്ങളുടെ ആ ഫാസ്റ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ സോളിറ്റ്യൂഡിൻ്റെയും സൈലൻസിൻ്റെയൊക്കെ തലത്തെ ഉണർത്തുന്നുണ്ട്. ഞാൻ വാതോരാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്കുള്ളിൽ ഒരു ഭാഗത്ത് ഇത് തോരാത്ത അറിവിൻ്റെ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഒഴുക്കാണെങ്കിൽ കൂടി അതിൻ്റെ അകത്തൊരു നിശ്ചലത നിങ്ങൾ അറിയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സ്റ്റിൽനെസ്സിലാണ് ദ ഫാസ്റ്റിംഗ് ഓഫ് ദ സോളും അല്ലെങ്കിൽ ദ ആക്ടിവേഷൻ ഓഫ് ദ സോളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെ നോയ്സുകൾക്കിടയിൽ, ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ പോയിട്ടും ധ്യാനിക്കാൻ പറ്റുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. വേറൊരാൾക്ക് ധ്യാനിക്കണമെങ്കിൽ കണ്ണടിക്കുക, റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരുന്നേക്കാം, ഫോക്കസ് ചെയ്തിരുന്നേക്കാം. എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള സെഷൻസിലൂടെ നിങ്ങളിങ്ങനെ കേട്ട് മുഴുകി പോകുന്ന സമയത്ത് ഞാൻ കാര്യമാക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ആവർത്തിക്കുന്നുണ്ടോ ആവർത്തിക്കുന്നില്ലേ എന്നുള്ളതൊന്നുമല്ല. എന്ത് പറഞ്ഞാലും ഇനി വിഷയമല്ലാത്ത ഒരു വിഷയത്തെ എടുത്ത് ഇവിടെ കീറി മുറിച്ചാൽ പോലും, ഒരു ബന്ധമില്ലാത്ത കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ പോലും അതിൻ്റെയൊക്കെ അകത്ത് സംഭവിക്കേണ്ട ഒരു നിശ്ചലതയുണ്ട്. ആ നിശ്ചലതയിൽ നിന്നൊക്കെ ചലിക്കുന്നത്, ആ നിശ്ചലത കാണാൻ പറ്റുക, ആ നിശ്ചലതയിലേക്ക് ചേർന്നിരിക്കാൻ പറ്റുക എന്നുള്ളിടത്താണ് അതിൻ്റെ സീക്രട്ട്. ഇതാണ് അതിൻ്റെ കോർ, അതിൻ്റെ സോൾ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നജ്ലിഷ കിണർ കുത്തുന്ന കഥ പോയിന്റ് സൂചിപ്പിച്ചതുപോലെ അതങ്ങനെ ഇറങ്ങി വരേണ്ടതാണെന്നുള്ളതാണ്. താഴോട്ട് നമ്മളിങ്ങനെ കുഴിച്ച് ഇങ്ങനെ ഇറങ്ങി വരേണ്ടതാണെന്നുള്ള. അപ്പം നമ്മൾ കണ്ടെത്തും വെള്ളം താഴെന്നും മുകളിലേക്കും ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോയപ്പോഴാണ് നമുക്ക് തരാനുള്ള നിർജ്ജലം നമ്മളെയും കാത്തി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ചൊന്ന് വെട്ടിങ്ങ് വാ എന്നാൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അങ്ങ് കയറി വരാം. അത് കയറി വന്ന് കഴിഞ്ഞാൽ അതിനെത്താൻ പറ്റുന്നൊരിടമുണ്ട്. ആ ലെവലിലേക്ക് നമ്മളായിക്കഴിഞ്ഞാൽ ആ ഉറവ ഇങ്ങനെ കയറി വരുന്നില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട്, ചിന്തകളെ കൊണ്ട്, ബോധം കൊണ്ട് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ ഇട്ട് നിങ്ങൾക്കുള്ളിൽ കീറി വെട്ടി മുറിച്ച് നിങ്ങളുടെ പാറക്കെട്ടുകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ മനസ്സിൽ പൊട്ടാത്ത അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ കടന്ന് പോകുമ്പം നിങ്ങളുടെ ആത്മാവിൽ നിന്നുള്ള നീരുറവയാകുന്ന ജ്ഞാനവും വിവേകവും പ്രകാശമൊക്കെ ഇങ്ങനെ കടന്നു വരും. അപ്പം നിങ്ങൾ ഒരു വെട്ട് മുകളിൽ വെട്ടുമ്പം അവൻ നിങ്ങളിലേക്ക് 10 അടി അടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരടി നിങ്ങൾ അങ്ങോട്ട് വെക്കുമ്പം 10 അടിയോളം നിങ്ങളിലേക്ക് ആയത്തിൽ ഓടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് സംശയം തോന്നാം, നമ്മൾ ഈ വെള്ളത്തെ തേടി വന്നതാണോ, അല്ലെങ്കിൽ നമ്മുടെ ദാഹം തീർക്കാൻ ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ വെള്ളം നമ്മളെ തേടി വന്നതാണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. ശരിക്കും എന്നെക്കൊണ്ട് വെട്ടിപ്പിച്ചതൊക്കെ ഈ മണ്ണിൻ്റെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന വെള്ളത്തിൻ്റെ ദാഹമായിരുന്നു. ഞാനൊരു വെള്ളമാണ്, ഞാനൊരു ജലമാണ്, നിങ്ങൾക്കൊക്കെ പരിഹാരം തരാനുള്ള ദാഹം ശമിപ്പിക്കാനുള്ള ഊർജ്ജം എന്നിലുണ്ട്, എന്നെ ഒന്ന് നിങ്ങളിലേക്ക് അടുപ്പിക്കൂ എന്ന വെള്ളത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു നമ്മളെ കൊണ്ട് ദാഹിപ്പിച്ചതും നമ്മളെ കൊണ്ട് വെട്ടിച്ചതും നമ്മളെ കൊണ്ട് കീറിച്ചതെന്നൊക്കെ തോന്നുമ്പം ദൈവസന്നിധിയിലേക്ക് സാമീപ്യം പ്രാപിക്കുന്ന ആൾക്കാർ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. നിൻ്റെ എഫേർട്ടായിരുന്നില്ല എന്നെ കൊണ്ട് ഇത്രയും എഫേർട്ട് ഇടിപ്പിച്ചത് നിന്നിലേക്ക് എത്താൻ, എൻ്റേതായിരുന്നില്ല എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ സോളിറ്റ്യൂഡിൻ്റെ തലങ്ങളിലൂടെ കടന്നു പോകണം. നമ്മളോടൊപ്പം ഇരുന്നിട്ട് നമ്മൾ കേൾക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ സമയമായിട്ടുണ്ട്. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീക്കിൽ നമുക്ക് വീണ്ടും നല്ല ഡിസ്കഷൻസ് ആയിട്ട് വരാം. ഞാൻ GT 250 വന്നപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ ഗൈഡ് ടോക്ക് സൺഡേസ് ഇനി ഓഫ്ലൈന് കൂടി പാരലലി കുറച്ച് പേർക്ക് ഡയറക്റ്റായിട്ട് ലൈവായിട്ട് ഇവിടെ വന്ന് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ടാണ് അത് ചലഞ്ചിങ് ആവുന്ന കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്തത്. എന്തായാലും ഞാൻ മെൻറ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ട് വരാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങനെ ഇവിടെ നേരിട്ട് വന്നിട്ടും ഗൈഡ് ടോക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം ലൈവായിട്ട് തന്നെ. അപ്പോൾ 250ക്ക് ശേഷം നമ്മളൊരു പുതിയ അപ്ഡേഷനായിട്ട് നമ്മൾ അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീക്കിലും കാണാം.
വളരെയധികം സന്തോഷം നിങ്ങൾ ഈ കാണിക്കുന്ന ഡെഡിക്കേഷൻ. പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഫാസ്റ്റിംഗ് പീരീഡൊക്കെ ആകുമ്പം രാവിലെ അത്താഴത്തിൻ്റെ സമയമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോഴും ഇവിടെ വന്നിരുന്നിട്ട് അതിനോടൊപ്പം ഇത് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പം ഒരു ഭാഗത്ത് അത് വല്ലാണ്ട് എൻ്റെ മനസ്സിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈഡഡ് ടോക്ക് നിങ്ങളെ മനസ്സിനെയും കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് വലിയൊരു ഡെഡിക്കേഷനാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള റിഫ്ലക്ഷൻസും റിസൾട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണട്ടെ. നിങ്ങളുടെ ആന്തരിക ശുദ്ധിയിലും ആത്മജ്ഞാനത്തിലൊക്കെ അത് പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത വീക്കിലും വീണ്ടും കാണാം. ഒരുപാട് പേര് റെക്കോർഡിങ്സ് കാണുന്നവരുണ്ട്. എൻ്റെ ഒരു സജഷൻ ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പ്രത്യേകിച്ച് ഇത്തരം ഒരു ടൈമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇറ്റ് വുഡ് ബി വെരി നൈസ്. ആൻഡ് ഓൾസോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ പരിശ്രമിച്ചിട്ട് വീഡിയോയിൽ കൂടി ഒന്ന് അപ്പിയർ ചെയ്യാൻ നോക്കൂ. എനിക്ക് നിങ്ങളെല്ലാവരും കാണാനൊന്നും പറ്റും. എൻ്റെ സ്ക്രീനിലൊരു പരിമിതമാക്കപ്പെട്ട ആൾക്കാരെ ഞാൻ കാണുള്ളൂ. പക്ഷേ നിങ്ങൾ സ്ക്രീനിൽ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെയാണ്. അത് എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത, അനുഭവിച്ചാൽ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അതുപോലെ എനിക്ക് അതെങ്ങനെയൊന്നും പറഞ്ഞു തരില്ല. നിങ്ങൾ വന്ന് അത് ചെയ്ത് നോക്കൂ, എന്നിട്ട് എക്സ്പീരിയൻസ് എടുത്ത് യെസ് വാട്ട്സ് ദ ഡിഫറൻസ് മനസ്സിലാക്കും. നെക്സ്റ്റ് വീക്കിൽ കാണാം കേട്ടോ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.